ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കൊലോസ്യ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം ആണ് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരൻ, കൊലോസ്യ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. അതിനുശേഷം താഴോട്ടുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. സ്തോത്രം. കൊലോസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ നമുക്ക് വായിക്കാം. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ടെന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിക്കുവിൻ. യെസ്, യജമാനന്മാരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. ദൈവസന്നിധിയിൽ നമ്മൾ ഈ വചനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി നിർത്തിയ വചനങ്ങൾ നിങ്ങളോളം എത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. യേശു കർത്താവിന്റെ സത്യവചനങ്ങൾക്ക് പുറകെ സഞ്ചരിച്ച അപ്പോസ്തലനായ പൗലോസ് തങ്ങളുടെ ജീവിതയാത്രയുടെ മുന്നോട്ടുള്ള പോക്കിൽ ദൈവത്തിൽ നിന്നും അല്പമായി അകന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ കൊലോസ്യ സഭയ്ക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതുകയാണ്, നിങ്ങൾക്ക് കർത്താവിനെ മനസ്സിലാക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന നല്ല അവസരങ്ങളെ പാഴാക്കാതെ കർത്താവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അതിന്റെ പിൻഗാമിയായി ജീവിക്കുവാനും ദൈവം സഹായിക്കേണ്ടതിനായി യജമാനന്മാരും ദാസന്മാരും എപ്രകാരമായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. സ്തോത്രം. നമുക്കറിയാം, പൗലോസ് കുടുംബ കാര്യങ്ങളെ പറ്റി പറഞ്ഞു തീർന്നതിന് ശേഷം യേശുവിനെ മനസ്സിലാക്കുവാൻ ഒരു ദാസനും യജമാനനും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെടുത്തി അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ ചേർക്കുന്ന ഭാഗമാണ് നമ്മൾ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ദാസൻ പൂർണ്ണ അനുസരണമുള്ളവരായി കീഴടങ്ങി അവിടെ ജോലിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നത് യഥാർത്ഥ യജമാനന് പ്രസാദകരമാണ്. കാരണം നമ്മൾ ആയിരിക്കുന്ന ജോലി സ്ഥലത്തെ യജമാനന് നമ്മൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായി കർത്താവിനെന്നവണ്ണം നമ്മൾ ഇത് ചെയ്യുക എന്നതാണ് ദൈവവചനത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, എല്ലാ കടമകളും ജീവിതത്തിന്റെ എന്ത് തന്നെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ചെയ്താലും അതെല്ലാം കർത്താവിനാണ്. കർത്താവിന് പകരമായി നമ്മൾ ഈ ലോകത്തിൽ ആയിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്നതാണ് എന്നതാണ് കൊലോസ്യ ലേഖനത്തിന് നമുക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഒരു ജോലി സ്ഥലത്ത് നമ്മൾ വിശ്വസ്തയോടെ ജോലി ചെയ്യുമ്പോൾ അവിടെ ആക്കി വെച്ച ദൈവത്തെ തന്നെ നമ്മൾ അനുസരിക്കുകയും കർത്താവിനെ തന്നെ യജമാനനായി കണ്ടുകൊണ്ട് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ജോലി ചെയ്യുക എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയത്. സ്തോത്രം. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ യജമാനന്മാരോട് ദൈവത്തിന്റെ വചനത്തിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു യജമാനനുണ്ടെന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അവിടെ യജമാനന്മാരോടും അല്ലെങ്കിൽ ചുമതലകളിലായിരിക്കുന്നവരോട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അവരുടെ അണ്ടറിൽ മറ്റുള്ളവർ ജോലി ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഒരു പൊസിഷനിൽ ആയിരിക്കുന്നെങ്കിൽ പോലും നമ്മൾ ഇതിൽ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ദൈവിക സത്യമെന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമുക്ക് മുകളിൽ യജമാനനായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും ജീവിതത്തിൽ നമ്മൾ ഈ ഭാഗങ്ങളെ മനസ്സിലാക്കുമ്പോൾ ദാസൻ യജമാനൻ എന്ന ബന്ധത്തിൽ കൂടി നമ്മുടെ ലൈഫിൽ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട സത്യമെന്ന് പറയുന്നത് യേശു കർത്താവ് തൻ്റെ ഐഹിക കാലഘട്ടത്തിൽ പൂർണ്ണ അനുസരണമുള്ളവനായി പിതാവിന് കീഴടങ്ങിയിരുന്നത് പോലെ ഈ ലോക ജീവിതത്തിൽ നമുക്കും കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ടൊരു ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. സ്തോത്രം. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, സ്തോത്രം, വിശന്നിരിക്കേണ്ടി വന്നാലും ദാഹിച്ചിരിക്കേണ്ടി വന്നാൽ പോലും നമ്മളൊരു യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. സ്തോത്രം. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നു, സ്തോത്രം, യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ശമരിയ പട്ടണത്തിൽ അല്ലെങ്കിൽ ശമരിയ പട്ടണത്തിനരികെ നമുക്കറിയാവുന്നതുപോലെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആ സ്ത്രീയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ തന്നോട് വന്ന് പറയുകയാണ് ഭക്ഷണം കഴിക്കാൻ.
എന്നാൽ യേശു കർത്താവ് തന്റെ ഭക്ഷണത്തെക്കാൾ ഉപരിയായി പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണത്തെക്കാൾ ഉപരിയായി ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ താൻ ആമേൻ മനസ്സുള്ളവനായി തീർന്നു. അത് കേവലം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ മാത്രം മനസ്സിലാക്കേണ്ട സത്യമല്ല അത്. സ്തോത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഒരു ജോലി സ്ഥലത്ത് വിശ്വസ്തയോടെ നമ്മൾ ജോലി ചെയ്യുന്നത് തന്നെ കർത്താവിന് പ്രസാദകരമാണ്, കർത്താവിന് ചെയ്യുന്നത് പോലെയാണ്. അത് സുവിശേഷ വേലയിലായിരുന്നാലും നമ്മുടെ ജോലി സ്ഥലത്തായിരുന്നാലും വിശ്വസ്തയോടെ നമ്മൾ എന്തു ചെയ്താലും, അത് ഏത് പൊസിഷനിൽ ഇരുന്ന് ചെയ്താലും അത് കർത്താവിന് ചെയ്യുന്നത് പോലെയാണ്. കേവലം നമ്മൾ സുവിശേഷ വേല ഡയറക്റ്റ് ചെയ്യണമെന്നല്ല. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഭക്ഷണം വേണ്ടതുപോലെ കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. യേശു കർത്താവിന്റെ ലൈഫിന്റെ അവസാന കാലഘട്ടങ്ങളിൽ പിതാവിന്റെ ഇഷ്ടത്തിനായി പൂർണ്ണമായി അനുസരണമുള്ളവനായി ക്രൂശിൽ കിടക്കുന്ന സമയത്ത് യേശുവിന് ദാഹിച്ചു എന്ന ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടി ഒരു സ്ഥലത്ത് നമ്മൾ ജോലിയിൽ അകപ്പെട്ടു പോയാൽ പോലും ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതിന് അത് തടസ്സമല്ല എന്നതാണ് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളിൽ, കഠിനമേറിയ ജീവിത സാഹചര്യങ്ങളിൽ കൂടി ഒരു യജമാനന്റെ കീഴിൽ നമ്മൾ അടിമയെ പോലെ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും, ദൈവവചനത്തിനെതിരല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി, കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി അവിടെ കടന്നു പോകേണ്ടി വന്നാലും കർത്താവിനെ നമുക്ക് കൂടുതൽ അറിയുവാൻ ഈ തരത്തിൽ കഴിയും എന്നുള്ളതാണ് കൊലോസ്യ ലേഖനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഈ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. അവിടെ ഒരു വാക്ക് നമുക്ക് ഇവിടെയും മനസ്സിലാക്കാൻ കഴിയുന്നത്, യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിലൊരു യജമാനൻ ഉണ്ട് എന്ന് അറിഞ്ഞ്. കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് ഇവിടെയും നമ്മളോട് പറയുന്നത്, നിങ്ങൾ അറിയണം, നിങ്ങൾ സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ട് എന്ന്. പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, നമ്മളുടെ അറിവുകളാണ് നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. എന്ത് തരത്തിലുള്ള അറിവുകൾ? അന്നത്തെ ആളുകൾ ചിന്തിച്ചത് കുറച്ച് ജ്ഞാനം നേടുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി, ലോകത്തിന്റെ ജ്ഞാനത്തെപ്പറ്റി, മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെപ്പറ്റി, അവർക്ക് നിഗൂഢമായ രഹസ്യങ്ങൾ ചിലർക്ക് മാത്രം വെളിപ്പെടുന്നത് മനസ്സിലാക്കി മെച്യൂരിറ്റിയിലേക്ക്, പെർഫെക്ഷനിലേക്ക് കടന്നു വരാമെന്ന് പഠിപ്പിച്ച ആ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, 1-ാം അധ്യായം മുതൽ ഇവിടം വരെയും, നിങ്ങൾ അറിയേണ്ടത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ തന്നെ അറിയണം. അങ്ങനെ ക്രിസ്തുവിനെ തന്നെ അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ആ യേശു നിങ്ങളുടെ യജമാനനാണ്, നിങ്ങളുടെ യജമാനനാണ്. അതെ, കർത്താവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യജമാനന്മാരെ, നിങ്ങൾ സ്വർഗത്തിൽ യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. നമ്മുടെ ലൈഫിൽ കർത്താവിനെ കുറിച്ചുള്ള അറിവുകളാണ് നമ്മുടെ ലൈഫിൽ വ്യത്യസ്തതയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ ലൈഫിൽ ഏത് സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോഴും യേശുവിനെ അതിൽ കൂടി മനസ്സിലാക്കാനുള്ള അവസരങ്ങളാണ്. അത് നമുക്ക് ലോക മനുഷ്യരുടെ മുന്നിൽ കുറ്റം പറയുവാനോ, അല്ലെങ്കിൽ ഞാൻ വളരെ തകർച്ചയിലാണെന്ന് സാക്ഷ്യം പറഞ്ഞ് മറ്റുള്ളവരുടെ സിമ്പതി വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമല്ല. എന്നാൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് പൊസിഷനുകളിലും യേശുവിനെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു യജമാനത്വം പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മുടെ ലൈഫ് വരുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുകളിൽ ഒരു യജമാനൻ ഉണ്ട് എന്നതാണ്. സ്തോത്രം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച ഒരു വേദഭാഗത്തിൽ നിന്നും നമുക്ക് ഈ ഭാഗം മനസ്സിലാക്കാനായി തുടങ്ങാം. സ്തോത്രം. നമുക്ക് സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളായിരുന്നു നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. ഒരിക്കൽ കൂടെ നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. നമ്മൾ ഈ വേദഭാഗമാണെന്ന് വായിച്ച് അവസാനിപ്പിച്ചത്. എല്ലാത്തിന്റെ ഉടമസ്ഥൻ ആരെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ആദ്യം പറയുന്നത്? കർത്താവാണ്, യേശുവാണ്. യേശു മുഖാന്തരം എന്ന് പറഞ്ഞാൽ സകല സൃഷ്ടിക്കും ആദ്യജാതനായി കർത്താവ് നിയമിച്ചാക്കിയതിനു ശേഷം
സകലത്തെയും അവൻ മുഖാന്തരം ഉളവായി. അതുകൊണ്ട് ഉളവായതെല്ലാം അവൻ മുഖാന്തരമാണ്. അവനാണ് സൃഷ്ടിതാവ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സകലത്തിന്റെയും ഉടമസ്ഥൻ യേശു കർത്താവാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. അതേ വാക്യങ്ങളെ കുറച്ചുകൂടി മനസ്സിലാകത്തക്ക രീതിയിലാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു യജമാനനുണ്ട്, നിങ്ങളല്ല ഇതിന്റെ യഥാർത്ഥ യജമാനൻ. ലോകത്തിൽ ജഡപ്രകാരം നിങ്ങളൊരു യജമാനത്വത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ ചിലതൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളൊരു ഭർത്താവായിരിക്കുന്നു, നിങ്ങളൊരു പൊസിഷനിലായിരിക്കുന്നു, നിങ്ങളൊരു ജോലി സ്ഥലത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ സുവിശേഷ വേലയിൽ ആമൻ ഞങ്ങളെ പോലെ ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ ദൈവപ്രവർത്തിക്ക് വേണ്ടിയോ ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ, നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ യേശുവിനെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ആഴമായ സത്യം എന്ന് പറയുന്നത് നമുക്ക് മുകളിൽ ഒരു യജമാനനുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. ഈ കൊലോസ്യ ലേഖനത്തിൽ ഇവിടെ യജമാനന് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന, നമുക്കറിയാമല്ലോ, ലോർഡ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൊലോസ്യ ലേഖനത്തിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇതിനുവേണ്ടി യജമാനൻ എന്ന വാക്കുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് ഈ വാക്യങ്ങളും ഈ യജമാനൻ ദാസൻ എന്ന് പറയുന്ന സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന 2 വാചകങ്ങൾ മാറ്റിവെച്ചാൽ ബാക്കി ഏകദേശം 14ഓളം പ്രാവശ്യം കൊലോസ്യ ലേഖനത്തിൽ തന്നെ 1:3, 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 2-ന്റെ 6-ാമത്തെ വാക്യം, 3-ന്റെ 16, 17, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ യേശുവിനെയാണ് മാസ്റ്റർ എന്ന രീതിയിൽ, യജമാനൻ എന്ന രീതിയിൽ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നത്. എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് ഇതാണ് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ഏതെങ്കിലും പൊസിഷനിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ, നമ്മുടെ 2 കുഞ്ഞുങ്ങളുടെ നമുക്ക് ദൈവം തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചൊരു പൊസിഷൻ ആയാൽ പോലും നമുക്ക് അതുപോലും നമ്മുടെ മുകളിൽ ഒരു യജമാനനുണ്ട് എന്ന ആ യജമാനന്റെ അധികാരങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു നല്ല അവസരമാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. അവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വചനത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ പലപ്പോഴും ഇത് എൻ്റെ കാറാണ്, ഇതെന്റെ വീടാണ്, ഇതെന്റെ വസ്തുവാണ്, ഞങ്ങൾക്ക് അവിടെ ഒരു ഇതുണ്ട്, ഇത് നമ്മൾ മാനുഷികമായി പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ യഥാർത്ഥമായി ദൈവസന്നിധിയിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താണ് പറയുന്നത്, ലോർഡ്ഷിപ്പ്, കർത്തൃത്വം നമ്മൾ യേശുവിന്റെ പക്കലേക്ക് കൊടുത്തത് കൊണ്ട്, ദൈവവചനത്തിൽ റോമാലേഖനത്തിൽ 10-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ, യേശു കർത്താവിനെ നമ്മൾ കർത്താവായി സ്വീകരിച്ചതുകൊണ്ട് നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നത് കർത്താവാണ്. സ്തോത്രം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചില ആളുകൾ സാധാരണയായി ചെയ്യാറുണ്ട്, എൻ്റെ വാഹനത്തിൽ ഞാൻ അവരെ ഇരുത്തത്തില്ല, കാരണം ഇത് മോശമായി പോകും. എൻ്റെ വീട്ടിൽ ബെഡ്റൂമിൽ ഞാൻ ആരെയും ഇരുത്തത്തില്ല, ഇത് എന്റേതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടേതാണെന്നുള്ള തോന്നലുകളിൽ നമ്മൾ പലപ്പോഴും പച്ച മലയാളത്തിൽ പറഞ്ഞ ചിലപ്പോൾ നമ്മൾ അഹങ്കരിക്കുന്നവരാണ്. എന്നാൽ ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ വചനങ്ങളിലേക്ക് ദൈവം നമ്മളെ നയിക്കുവാനാണ് ചില നന്മകളൊക്കെ ലോകത്തിൽ പോലും നമുക്ക് തരുന്നത്. സ്തോത്രം. ഇതിന്റെയൊക്കെ യജമാനൻ സ്വർഗത്തിലുണ്ട് എന്നത് നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കിക്കോണം. സ്തോത്രം. ഇത് ലോകത്തിനറിയത്തില്ല, പക്ഷെ ദൈവവചനത്തിൽ കൂടി ദൈവം നമ്മളോട് പറഞ്ഞു തരുന്ന മാറ്റമില്ലാത്ത സത്യമാണ്. സ്തോത്രം. നമുക്ക് മുകളിൽ ഒരു യജമാനനുണ്ട്, നമുക്ക് മുകളിൽ ഒരു യജമാനനുണ്ട്. സ്തോത്രം. അവൻ സകലത്തിന്റെയും അധികാരിയാണ്, അവൻ സകലത്തിന്റെയും മാസ്റ്ററാണ്. സ്തോത്രം. ഞാനിത് 1-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്. സ്തോത്രം. നമുക്ക് താമസിക്കുന്ന ഈ മണ്ണിനും നമ്മളായിരിക്കുന്ന ഈ ജീവിത സാഹചര്യങ്ങൾക്ക്, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം കർത്താവിനാലുള്ളവായതാണ്. സ്തോത്രം. ഇത് കർത്താവിനാൽ അല്ലാതെ നമുക്കൊന്നുമില്ല. സ്തോത്രം. ജഡപ്രകാരം ചില സമയങ്ങളിൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു പൊസിഷനോ നമ്മളെ ചില കാര്യങ്ങളിലേക്കൊക്കെ ദൈവം ആക്കി വെക്കുന്നെങ്കിൽ തന്നെയും അതിലൊരിക്കലും ഇത് എന്റേതാണ്, ഇത് എന്റേത് എന്ന് പറഞ്ഞ് അവകാശം പറയുമ്പോൾ ഈ വചനം നമ്മളെ ക്രിയ ചെയ്യുന്നത് എന്താണ്? ഇത് കർത്താവിന്റെ മാസ്റ്റർഷിപ്പിനെ, അല്ലെങ്കിൽ കർത്താവിന്റെ ഉടമസ്ഥതയെ, അല്ലെങ്കിൽ കർത്താവിന്റെ ലോഡ്ഷിപ്പിനെ നമ്മൾ പലപ്പോഴും മറന്ന് സംസാരിക്കുകയാണ്. എന്നാൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവ പൈതൽ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്, നമുക്കൊരു യജമാനൻ ഉയരത്തിലുണ്ട്. നമ്മൾ ഒന്നും ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഒന്നും നമുക്ക് കൊണ്ടുപോകാനും കഴിയത്തില്ല. ഇന്ന് നമ്മൾ നമ്മുടേത് എന്ന് പറയുന്നതെല്ലാം
നമ്മൾ വിട്ടേച്ച് ഇവിടെ നിന്ന് കടന്നു പോകും. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും മറ്റുള്ളവർ സ്പർശിക്കുന്നത്, നമ്മുടേതെന്ന് പറയുന്നത്, നമ്മളെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് പോലും നമ്മൾക്ക് കൊടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കാണും. എന്നാൽ ഇതൊക്കെ വേസ്റ്റ് ആയി പോകുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ആർക്കും വേണ്ടാതായി പോകുന്ന ഒരു സമയമുണ്ട്. അന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരു യഥാർത്ഥ ദൈവവിധനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇത് മനസ്സിലാക്കാൻ ഈ വചനങ്ങൾക്ക് കഴിയട്ടെ. നമ്മുടേതായി ഒന്നുമില്ല, സകലത്തിന്റെയും അധികാരി കർത്താവാണ്. സ്തോത്രം. ഈ വാക്കുകൾ നമ്മളെ സ്വതന്ത്രമാക്കും. ഈ വാക്കുകൾ നമ്മളെ ഫ്രീഡത്തിലേക്ക്, ഒരു മാനസിക സമ്മർദ്ദങ്ങളിൽ കൂടി പലപ്പോഴും കടന്നു പോകും. എന്റെ വസ്തുവിൽ പാസ്റ്ററെ അവർ വെള്ളമൊഴിച്ചു, എന്റെ വസ്തുവിൽ അവർ കല്ലിട്ടു, എന്റെ വസ്തുവിന്റെ അവർ അതിര് എടുത്തുകൊണ്ടുപോയി, എന്റെ വസ്തു അവർ 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 കൊണ്ടുവന്ന് മരം നട്ടു, അല്ലെങ്കിൽ എന്റെ വസ്തുവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവർ അതിനെ ചൂഷണം ചെയ്യുന്നു, അവർ അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള വാക്കുകൾക്കെല്ലാം ഈ അറിവിനാൽ ശമനം വരും. സ്തോത്രം. കാരണം നമ്മളുടെ ലൈഫിൽ കർത്താവ് നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി ബന്ധത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മുന്നിൽ ഇത് നമുക്ക് തന്നൊരു യജമാനനുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ദൈവം തരുന്ന നല്ല അവസരങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയട്ടെ. എന്നാൽ ആത്മീക പക്വതയുടെ മുന്നോട്ടുള്ള പോക്കിൽ നമ്മൾ പലപ്പോഴും പറയുന്ന, കർത്താവിന്റെ ദാസനും പ്രസംഗത്തിൽ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, സ്തോത്രം, നല്ല ഗ്രഹവിചാരകന്മാർ മാത്രമാണ്. ഇനി ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും പൊസിഷനുകളോ സാഹചര്യങ്ങളോ നന്മകളോ തന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് സകലതും കർത്താവിന്റെ വകയാണ്. സകലതും കർത്താവിൻ്റെതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിതാവിനെ നമുക്ക് ഫോളോ ചെയ്യാൻ, യേശുവിനെ അതിൽ കൂടി മനസ്സിലാക്കാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. സ്തോത്രം. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തീർച്ചയായും യജമാനനായിരുന്നു. ഞാൻ അത് നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ ദാസന്റെ സ്വരൂപത്തിൽ യേശു കർത്താവ് മറ്റുള്ളവരുടെ ഇടപെട്ടു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന സകലതും യേശു സൃഷ്ടിച്ചതാണ്. കൊലോസ്യ ലേഖന പ്രകാരം. സ്തോത്രം. അവനാൽ സകലതും ഉളവായി, അവനാണ് സകലത്തിന്റെയും കാരണഭൂതൻ, സകലത്തെയും സൃഷ്ടിച്ചത് യേശു കർത്താവാണ്. എന്നാൽ സത്യത്തിലുള്ള യജമാനൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു ദാസന്റെ സ്വരൂപത്തോടു കൂടി യേശു ഇടപെട്ടു. നമ്മൾ വിചാരിക്കണം, യേശു കർത്താവിനെ പോലെ ഒരു ഉടമസ്ഥന് നമുക്കില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും കർത്താവ് തന്ന നന്മകളിൽ നമ്മളായിരിക്കെ അന്യജാതികൾ ചെയ്യുന്നത് പോലെ നമ്മുടേത് എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ഈ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു മൊബൈൽ ഫോണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓണർഷിപ്പും സകലതും കർത്താവിന്റെ വകയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ ഒരു ഇലക്ട്രോണിക്സ് ഒരു സാധനം കർത്താവ് സൃഷ്ടിച്ചു എന്നതിനെ ഉപയോഗിച്ച് പറഞ്ഞതല്ല. നമുക്ക് എന്തൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നു, എന്തൊക്കെ നമ്മുടേതെന്ന് നമ്മൾ പറയുന്നു, ഇതെല്ലാം കർത്താവിന്റെ വകയാണെന്ന് ചിന്തിക്കണം. സ്വന്തം കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ ന്യായമായി കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പോലും യേശു കർത്താവ് ന്യായമായി കൺട്രോൾ ചെയ്തില്ല. അപ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു യജമാനൻ ഒരു സ്ലേവിനോട് ഇടപെട്ടാൽ ചില സമയത്തൊക്കെ ബഹുമാനം നഷ്ടപ്പെട്ടു പോകും, അല്ലെ? നമ്മൾ യേശു കർത്താവിന്റെ വചനം പറയുന്നത് പോലെ, അല്ലെങ്കിൽ യേശുവിന്റെ മാതൃക പോലെ ഒരു യജമാനനായി നമ്മളെ ആക്കി വെച്ച സ്ഥലത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ ദാസന്മാർ നമ്മളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്, ദാസന്മാർ നമ്മളെ ബഹുമാനിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെയും ക്രിസ്തു തന്നെയാണ് നമ്മുടെ മാതൃക. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും തന്നെ മാനിച്ചിട്ടില്ല. ഞാനത് പല പ്രാവശ്യം പറഞ്ഞതാണ്. ഈ വചനത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഞാൻ പറയട്ടെ. ലോകത്തിന്റെ മാന്യതകളോ, ലോകത്തിലെ ആളുകൾ ഇനി നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ എന്നെയും നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ ഒരു യഥാർത്ഥ ദൈവവേദന യേശുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കുന്നതാണെങ്കിൽ കഴിയില്ല. കാരണം യേശു കർത്താവ് അവൻ കീഴിലുള്ളവരാണ് ലോകത്തിലുള്ളവർ മുഴുവൻ. യേശുവിനെ അറിയുന്നവർ മാത്രമല്ല, യേശുവിനെ അറിയാത്തവരും സകല ആളുകളും യേശുവിന്റെ അണ്ടറിലാണ്. മറിയ പോലും സകലരും യേശുവിന്റെ കീഴിലുള്ളവരാണ്. എന്നാൽ യേശു കർത്താവ് വളരെ സൗമ്യതയുള്ള ഹൃദയത്തോടുകൂടി, അടിമയെ പോലെ അല്ലെങ്കിൽ സേവന മനോഭാവത്തോടു കൂടി, പിതാവിന്റെ ഇഷ്ടമതായതുകൊണ്ട് സ്വർഗത്തിൽ തന്നെ ഇങ്ങോട്ട് അയച്ച യജമാനന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്ന നല്ലൊരു ദാസനെ പോലെ യേശു കർത്താവ് യജമാനനായിരുന്നിട്ട് പോലും പ്രവർത്തിക്കുമ്പോൾ
ഈ ഭൂമിയിൽ മനുഷ്യാവതാരത്തിൽ നിൽക്കുമ്പോൾ പോലും ശിഷ്യന്മാരുടെ യേശു കർത്താവ് ഇടപെട്ട സ്വഭാവം അതാണ്. സ്തോത്രം. എന്നിട്ട് പോലും യേശു കർത്താവിനെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യൻ ഒറ്റിക്കൊടുത്തു, ചതിച്ചു, വഞ്ചിച്ചു. അവിടെയും യേശു കർത്താവിന്റെ ഭാവം നോക്കണേ. കർത്താവ് ആമേൻ അവനെ ഇല്ലാതാക്കുകയോ ഒറ്റ സമയം കൊണ്ട് ആമേൻ ഞാൻ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ കർത്താവ് തെളിയിക്കുവാനോ ശ്രമിക്കുന്നതല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവാണ് സകലത്തിന്റെയും ഉടമയെന്ന് മനസ്സിലാക്കി കർത്താവിനെ കൂടുതൽ അതിൽ കൂടി മനസ്സിലാക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. സ്തോത്രം. സകലത്തിന്റെയും ഉടമസ്ഥൻ, കാരണഭൂതൻ കർത്താവാണ്. സ്തോത്രം. നമുക്ക് ഒരു വേദഭാഗം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-11 വാക്യം കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ദൈവവചനമാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ദൈവത്തിന് നമുക്കൊന്ന് വായിക്കാം. 24 ദൂതന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുൻപിൽ ഇടും. കണ്ടോ, അവിടെ കാണുന്നത് കണ്ടോ, സകലവും നീ സൃഷ്ടിച്ചതാണ്. അവിടെ പറയുന്നത്, യഥാർത്ഥത്തിൽ പറയുന്നത്, ഇത് നിലനിൽക്കുന്നതും ദൈവമേ നിന്റെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സകല കിരീടങ്ങളെ താഴെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്? കർത്താവിന്റെ മുന്നിൽ വീഴുകയാണ്. കർത്താവിന്റെ മുന്നിൽ വീണ് കർത്താവിനെ നമസ്കരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സകലത്തിന്റെ കർത്താവ് നീയാണ്, നാഥൻ നീയാണ്, സകലത്തെ ഉണ്ടാക്കിയവൻ നീയാണ് എന്നുള്ള ബോധ്യം അന്ന് നമുക്ക് ലഭിക്കുന്നു. സ്തോത്രം. കേവലം അന്ന് ലഭിക്കുന്ന ഒരു സത്യമായിട്ട് അന്ന് നമ്മൾ മനസ്സിലാക്കി സന്തോഷിക്കുകയല്ല, അതിന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. സ്തോത്രം. സകലത്തിന്റെയും കാരണഭൂതന്റെ മുന്നിൽ വീഴുവാൻ ഈ ഉലകത്തിൽ വെച്ച് തന്നെ നമുക്ക് കഴിയട്ടെ. നമുക്ക് എന്തുണ്ടെങ്കിലും, നമുക്ക് ഏത് പൊസിഷനിൽ നമ്മളായിരിക്കുന്നെങ്കിലും, ഏത് നന്മകൾ നമ്മുടെ പക്കലുണ്ടെങ്കിലും, നമ്മുടെ ബാങ്ക് ബാലൻസോ നമ്മുടെ നന്മകളോ എന്തു തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും, എന്തിന്റെ ഉടമസ്ഥതയിൽ നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചാലും, ഇതിന്റെ മുകളിൽ ഇതിന്റെ എല്ലാം നിർമ്മിച്ച ഒരുവനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. പല ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, അത് ഇവിടെയാണ് കൂടുതൽ പറയുന്നത്, ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ട് പക്ഷേ ഈ പ്രാവശ്യം നല്ല കൃഷിയിൽ നല്ല ഫലമുണ്ടായി. എന്നാൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട്. ഞാൻ പലപ്പോഴും ഇവിടെ പറയുന്ന കാര്യമാണ്, നമ്മൾ വിത്തിട്ട മണ്ണും നമ്മൾ ഇട്ട ആ വിത്തുമൊക്കെ കർത്താവിന്റെ ജീവൻ ഉളവാക്കുന്ന രീതിയിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്കൊക്കെ വെറുതെ ആയി പോയേനെ. നമ്മൾ ഒത്തിരി അധ്വാനിച്ചത് കൊണ്ടോ, നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ, നമ്മൾ നല്ലൊരു ജോലിയിലായിരുന്നത് കൊണ്ടോ നമ്മൾ നേടിയെടുത്തു എന്ന് ലോകോ മനുഷ്യനെ പോലെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഇത് കർത്താവിന്റെ വകയാണ്. അതെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തത് എന്തുകൊണ്ടാ? നമ്മൾ ഉള്ളതിൽ നിന്ന് നമ്മൾ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇല്ലാത്തതിൽ നിന്നും സകലത്തെയും വിളിച്ചു വരുത്തിയവന്റെ കരുണയാണ് നമ്മുടെ ജീവൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാൻ കഴിയട്ടെ. അതെ, നമ്മൾ റോമാലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 16-17 നമുക്കത് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഇല്ലാത്തതിനെ സ്തോത്രം, ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവൻ. നമ്മൾക്കാർക്കും അങ്ങനെ കഴിവുള്ളവരല്ല. ദൈവം സൃഷ്ടിച്ച ഭൂമിയില്ലായിരുന്നെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ദൈവം സൃഷ്ടിച്ച ഓക്സിജൻ ഇല്ലായിരുന്നെങ്കിൽ, ദൈവം സൃഷ്ടിച്ച ഈ മരങ്ങളും സാഹചര്യങ്ങളും ഒന്നുമില്ലായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫും കർത്താവിനെ അറിയാത്തവരുടെ ജീവിതവുമില്ല, കർത്താവിനെ അറിയുന്നവരുടെ ജീവിതവുമില്ല. സകലരും കർത്താവിന്റെ ദയയിൽ ജീവിക്കുന്നു. നമുക്ക് ആ കർത്താവിന്റെ മുന്നിൽ കടന്നു വരുമ്പോൾ ഈ വചന ചിന്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏക സത്യം എന്ന് പറയുന്നത്, നമുക്ക് ആ കർത്താവിന്റെ കാലിൽ വീഴുകയല്ലാതെ, ആ യജമാനത്വത്തിന്റെ ശക്തിയെ മനസ്സിലാക്കി എന്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ലപ്പാ, നീ തന്നതല്ലാതെ, നീ ഞങ്ങളെ ആക്കി വെച്ചതല്ലാതെ, ഞങ്ങൾക്ക് കാര്യവിചാരകത്വം നടക്കാൻ എന്തെങ്കിലും ഒരു നന്മ ഞങ്ങളുടെ ലൈഫിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇത് കർത്താവിന്റെ വകയെന്ന് മനസ്സിലാക്കുന്നതാണ് കൊലോസ്യ ലേഖനപ്രകാരം യഥാർത്ഥ കർത്താവിനെ കുറിച്ചുള്ള അറിവ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, യജമാനൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. നിങ്ങളല്ല യഥാർത്ഥ ഓണർ എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് മുകളിൽ ഇത് സൃഷ്ടിച്ചവനും ഉണ്ടാക്കിയവനും എല്ലാത്തിൻ്റെയും കാരണഭൂതനും ഒരുവൻ ഉണ്ട് എന്ന് സഭയെ നിങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയണം. സ്തോത്രം. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ കർത്താവിനെ മനസ്സിലാക്കുവാൻ നമ്മുടെ ലൈഫിൽ ദൈവം തരുന്ന ഓരോ സാഹചര്യങ്ങളിലും കർത്താവിനെ മനസ്സിലാക്കാൻ കഴിയട്ടെ. അപ്പോസ്തലനായ പൗലോസ് ആണെങ്കിലും
മറിയയാണെങ്കിലും പത്രോസ് ആണെങ്കിലും ഏത് വലിയ ഭക്തനായിരുന്നാലും കർത്താവിന്റെ മുന്നിൽ പോയി വീഴുകയല്ലാതെ മറ്റൊരു കാര്യമില്ല. സ്തോത്രം. ഒരിക്കലും പൗലോസിന് കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ നേരോടെ ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ഞാൻ ഒത്തിരി അടികൊണ്ടു, ഞാൻ ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടു, ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടങ്ങളിൽ കൂടി സഹിച്ച് വിശുദ്ധ ജീവിതം ചെയ്തവനാണ് എന്നുള്ള ഗമയിൽ കർത്താവിന്റെ മുന്നിൽ പോയി നിൽക്കാൻ കഴിയത്തില്ല. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവിടെ ആളുകൾ വീണ് കിടക്കുന്നത് പോലെ പൗലോസും യേശുവിന്റെ കാലിൽ വീണ് കിടക്കും, മറിയയും യേശുവിന്റെ കാലിൽ വീണ് കിടക്കും. ഇന്ന് ജീവിച്ച് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു മരിച്ച സകല ഭക്തന്മാരും അവിടെ വീണ് കിടക്കുകയല്ലാതെ മറ്റൊരു വ്യവസ്ഥയില്ല. അത് അന്ന് നമ്മൾ ഡയറക്റ്റ് കണ്ടു മനസ്സിലാക്കും. എന്നാൽ ഇന്ന് ഈ വചനത്തിലെ സത്യങ്ങളിൽ കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പോകുന്നത്. ഇതൊന്നും നമ്മുടെ വകയല്ല. സ്തോത്രം. അത് സകലത്തിന്റെയും കാരണഭൂതനായ കർത്താവ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചപ്പോൾ മനസ്സിലായല്ലോ, ദാസരൂപമെടുത്ത് ഇവിടേക്ക് കടന്നു വന്ന യേശു കർത്താവ്. അവിടെ ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ 10-ാം വാക്യത്തിന്റെ 11-ാം വാക്യത്തിലും ഒക്കെ ആണെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: സകല സ്വർലോകരുടെയും ഭൂലോകരുടെയും സകല മുഴങ്കാലും യേശുവിന്റെ സന്നിധിയിൽ മടങ്ങുന്നൊരു ദിവസമുണ്ട്. സ്തോത്രം. സകലരും ആ ലോഡ്ഷിപ്പ്, ആ കർത്താവിന്റെ യജമാനത്വം മനസ്സിലാക്കുന്നൊരു ദിവസമുണ്ട്. എന്നാൽ ഇന്ന് മനസ്സിലാക്കിയ ദൈവമക്കൾക്കായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതേ, സകലത്തിന്റെയും കാരണഭൂതൻ കർത്താവാണ്. സ്തോത്രം. ആമേൻ. അത് മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ചെറിയ അവസരങ്ങളാണ് ചില ചെറിയ ചെറിയ പൊസിഷനുകൾ. ദൈവം നമ്മളെ ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു പൊസിഷനിൽ കൂടി കടത്തിവിടുമല്ലോ. ചില കാര്യങ്ങളിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടുന്നുണ്ടല്ലോ. അതെന്തിനാണെന്നറിയാം? ആ കൊച്ചു പൊസിഷൻ, ആ ഒരു യജമാനത്വം എന്തിനു വേണ്ടി? ഒരു സഭയിൽ ഒരു സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ടി ലീഡ് ചെയ്യുവാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ സൺഡേ സ്കൂളിന്റെ ഒരു ചുമതലയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ആമേൻ ഒരു ജോലി സ്ഥലത്ത് ഒരു ലീഡറായിട്ടായിരിക്കാം. എന്തെങ്കിലും ഒരു പൊസിഷനിൽ കർത്താവ് നമ്മുടെ ലൈഫിൽ ഒരു കുടുംബത്തിന് നായകത്വം നയിക്കുവാനായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുക്കുവാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ ഒരു നേഴ്സായിട്ടോ അല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടോ ഒക്കെ ഒരു ചെറിയ പൊസിഷനിൽ കൂടി കർത്താവ് നമ്മളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓർത്തോണം, ഇതുപോലെ ഇതിന് മുകളിലൊരു യജമാനനുണ്ട്. സ്തോത്രം. സകലത്തിന്റെയും അധികാരിയായ ഒരുവനുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിക്കോണം. സ്തോത്രം. പലപ്പോഴും ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, 15 വർഷമായിട്ട് ഞാൻ കർത്താവിനെ അറിയുന്നു, ഇത് ഞങ്ങൾ സ്ഥാപിച്ച സഭയാണ്, എൻ്റെ അപ്പച്ചൻ സ്ഥാപിച്ച സഭയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ ഈ സ്ഥലം കൊടുത്തതാണ്, ഞങ്ങൾ പണിത ചർച്ചാണിത് എന്ന് പറഞ്ഞ് ഞാൻ ചിലരുടെ സാക്ഷ്യങ്ങളിൽ പോലും നമ്മൾ കേട്ടിട്ടില്ല ഞാൻ പറയട്ടെ, അത് ആത്മീക മെച്യൂരിറ്റി, അത് കർത്താവിനെ അറിയാത്തത് കൊണ്ട് ആ സ്പോട്ടിൽ ചിന്തിച്ചു കൊള്ളണം. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ മുകളിൽ ഒരു യജമാനനുണ്ടെന്നവർക്ക് അറിയുന്നില്ല. അവരാണ് യജമാനരെന്നവർ ചിന്തിക്കുകയാണ്. മുതലാളിമാരെ പോലെ യജമാനത്വ വ്യവസ്ഥയെ പോലെ ഇത് അവരുടേതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലല്ല ഒരു യഥാർത്ഥ ദൈവപൈതൽ. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ദൈവം നിങ്ങളെ ഒരു ചർച്ച് പണിയാൻ അവസരം തന്നെങ്കിൽ, ഒരു സഭയുടെ ആദ്യകാലത്തെ സെക്രട്ടറി ആയിരിക്കാൻ അവസരങ്ങൾ തന്നെങ്കിൽ, ഒരു പാസ്റ്ററിനെ കൈത്താങ്ങായി നിന്നുകൊണ്ട് ഒരു സഭ നിർത്തിയത് നിങ്ങളുടെ കരത്തെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഉപയോഗിക്കപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്, എനിക്ക് മുകളിലുള്ള യജമാനനുണ്ട്, ഞാനല്ല യജമാനൻ. കർത്താവിനെ ഇപ്രകാരം ആക്കി വെച്ചൊരു യഥാർത്ഥ യജമാനനുണ്ട്. സ്തോത്രം. ആമേൻ. സ്തോത്രം. നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ദൈവത്തിൽ മുന്നോട്ട് കടന്നു പോകാം. ആമേൻ. എന്താണ്? സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ദൈവത്തിൽ നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 90-ാം അധ്യായത്തിന്റെ 19:2 ദൈവത്തിൽ നമുക്കൊന്ന് വായിക്കാം. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. യെസ്. ഭൂമിയെയും, നമ്മൾ പറയുന്നത് 10 വർഷമായിട്ട് ഞാനാണ് ലീഡർ എന്നല്ലേ, അല്ലെങ്കിൽ 5 വർഷമായിട്ടാണ് ഞാൻ സെക്രട്ടറി എന്നല്ലേ, അല്ലെ എൻ്റെ അപ്പച്ചൻ പണിതനാണെന്നല്ലേ. ഭൂമിയെയും ഭൂമണ്ഡലത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പേ സകലത്തിന്റെയും കാരണഭൂതൻ നമ്മളില്ലാതിരുന്നപ്പോഴും ഇതിനെ ഉണ്ടാക്കിയവനുണ്ട്. അവനാണ് യഥാർത്ഥ മാസ്റ്റർ, അവനാണ് യഥാർത്ഥ കർത്താവ്, അവനാണ് യഥാർത്ഥ ദൈവം. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഏറ്റവും ആത്യന്തികമായി അറിഞ്ഞിരിക്കുന്ന സത്യമാണ് ഇത്. നമ്മളെ തന്നെ കർത്താവിന് കൈമാറുമ്പോൾ
നമുക്കുള്ളതിന്റെ സകലതിന്റെയും എന്താണ് മാസ്റ്ററായി കർത്താവായിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ വചനത്തിൽ നിന്നും മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് കർത്താവ് ചെറിയ ചെറിയ പൊസിഷനുകളിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടുന്നത്. ആദ്യനും അന്ത്യനും യേശു കർത്താവ് മാത്രമാണ്. സ്വത്രം സകലത്തിന്റെയും കാരണഭൂതൻ യേശു കർത്താവ് മാത്രമാണ്. സകലത്തെയും നിർമ്മിക്കാൻ കഴിയുന്നവൻ യേശു കർത്താവ് മാത്രമാണ്. ഭൂമിയിലുള്ള സകലത്തെയും വിളിച്ചു വരുത്തിയത് ഇത് നമ്മുടെ ആരുടെയും മിടുക്കല്ല, നമ്മുടെ ആരുടെയും സ്തോത്രം ഉയർച്ചകൾ പറയുവാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ യജമാനന്റെ മുന്നിൽ വീഴുവാൻ ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ ഇടയാക്കട്ടെ. സ്തോത്രം. അവനാണ് എല്ലാം. സ്തോത്രം. അതുകൊണ്ടാണ് യേശു കർത്താവ് പലപ്പോഴും യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യേശുവിനെ അറിയാത്തവർ പോലും ഈ ലോകത്തിൽ ജീവിക്കുന്നത് കർത്താവിന്റെ ദയ കൊണ്ടാണെങ്കിൽ, നമ്മൾ അറിഞ്ഞവർ എത്രമാത്രം ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം, ഇത് കർത്താവാണ് ഇതിൻ്റെയൊക്കെ ഒരു ഉടമസ്ഥൻ. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും യഥാർത്ഥ കർത്താവിന്റെ ആ അറിവിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്, യജമാനന്മാരെ, നിങ്ങളുടെ സ്വർഗത്തിൽ യജമാനൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ യേശുവിനെ കേവൽ രക്ഷിതാവായിട്ട് മാത്രം മനസ്സിലാക്കുകയല്ല. സഭയോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണ് യേശു കർത്താവ്. അത് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ, നല്ല കാര്യമാണ്. നിങ്ങളുടെ എല്ലാമായി നിങ്ങൾ കണ്ടുകഴിഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞ ഒരു വാക്കിൽ നിങ്ങൾ വിടുകയല്ല. സകലത്തിൻ്റെയും യജമാനൻ കർത്താവാണെന്ന് നിങ്ങൾ അറിയണം. സ്തോത്രം. അവിടെ നിന്നാണ് നമ്മുടെ ലൈഫിൽ നിഗളം മാറുന്ന ഒരു ജീവിതത്തിലേക്ക്, സ്തോത്രം, നിഗളമില്ലാത്തൊരു ജീവിതാനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ നയിക്കുവാനിടയാകട്ടെ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ലൈഫിലെ ആത്മീയതയുടെ മുന്നോട്ടുള്ള പോക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്, നമുക്ക് നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല. ഇനി എന്തെങ്കിലും പൊസിഷനുകളിൽ ഞാൻ നിങ്ങളും ആകുന്നെങ്കിൽ ഇത് കർത്താവിന്റെ കരുണയാണെന്നും കൃപയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒത്തിരി ആളുകൾ ഇതിൽ പുകഴുന്നവർ കണ്ടേക്കാം. നമുക്ക് പുകഴാനൊന്നുമില്ല. കാരണം ഇതെല്ലാം കർത്താവിന്റെ വകയാ. നമുക്കവന്റെ കാലുകളിൽ നമസ്കരിക്കാം. നമുക്കവന്റെ കാലുകളിൽ വീണ് നീ യോഗ്യൻ എന്ന് പറയാം. കർത്താവെ, നീയാണ് യജമാനൻ, നീയാണ് ഞങ്ങളുടെ മാസ്റ്റർ, നീയാണ് ഞങ്ങളുടെ യഥാർത്ഥ നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഴുവാൻ ദൈവം ഈ വചന ചിന്തകളിൽ കൂടി ദൈവം നമുക്ക് അവസരങ്ങൾ തരട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അടുത്ത വേദഭാഗത്തിലേക്ക് ഞാൻ ചിന്തകളെ കൊണ്ടുപോകണം. ഞാൻ വിശ്വസിക്കുകയാണ്, യജമാനത്വം എന്ന് പറയുന്ന വാചകങ്ങളിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് എന്താണോ നമ്മളോട് കൈമാറാനായിട്ട് നമ്മൾ അറിയണമെന്ന് ആഗ്രഹിച്ചത്, അതിന്റെ ചെറിയൊരു രൂപം നിങ്ങളോളം എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഈ വചനങ്ങൾ, ഈ ചിന്തകൾ നിങ്ങളോളം എത്തിയെങ്കിൽ എന്റേത്, ഞങ്ങളുടേത് എന്ന ഒരു ഭാവത്തിലേക്ക് വരുവാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ കഴിയുകയില്ല. ഓട്ടോമാറ്റിക്കായി നമ്മൾ മനസ്സിലാക്കും, ഞാനൊന്നുമല്ല, ഇതെല്ലാം കർത്താവിന്റെ വകയാണ്. സ്തോത്രം. അടുത്ത വേദഭാഗങ്ങളിലേക്ക് ദൈവസനെ നമുക്ക് വരാം. സ്തോത്രം. അടുത്ത വേദഭാഗങ്ങൾ സ്തോത്രം പ്രാർത്ഥനയെ പറ്റി പറയുന്ന ചില വേദഭാഗങ്ങളാണ്. സ്തോത്രം. നമുക്ക് 2-ാം വാക്യവും 3-ാം വാക്യവും ദൈവസനെ 2 മുതൽ അല്ലെങ്കിൽ 6 വരെയുള്ള വാക്യങ്ങൾ ദൈവസനെ നമുക്ക് വായിക്കാം. അതിന്റെ ആദ്യത്തെ ചില ഭാഗങ്ങൾ ദൈവസനെ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. 2-ാം വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെയുള്ള വേദഭാഗങ്ങൾ ദൈവസനെ ഒന്ന് വായിച്ചാൽ പ്ലീസ്. പ്രാർത്ഥനയിൽ ഉറ്റിയിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവിൻ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചും കൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഓരോരുത്തന് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ആമേൻ. നമുക്ക് ഈ സ്വാതന്ത്ര്യം, മനസ്സിന് ഭയങ്കരമായ യജമാനത്വ ചിന്തകളിൽ നിന്നുള്ള വിടുതൽ തന്നതിന് ശേഷം പൗലോസ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു ഘടകത്തെ പറ്റി പറയുകയാണ്. സ്തോത്രം. ഈ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ ഒരു വ്യക്തിക്ക് മനസ്സിലായാൽ, 1-ാം അധ്യായം മുതൽ
4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ നമ്മൾ ഒന്നും അല്ലെന്ന് നമുക്ക് ബോധ്യമാവും, അല്ലെ? ഇതുവരെയുള്ള കൊലോസി ലേഖനം 1, 2, 3-ാം അധ്യായങ്ങൾ, 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ യഥാർത്ഥമായി നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഇതുണ്ട്, ഞാൻ ഒന്നുമല്ലപ്പാ. യോബ് പറഞ്ഞതുപോലെ, ഞാൻ നഗ്നനായി ഈ ലോകത്തിലേക്ക് വന്നു, നഗ്നനായി കടന്നു പോകുന്നത്. എൻ്റെ ലൈഫിൽ എന്തെങ്കിലും തന്നത് നീയാണ്, എന്നിൽ നിന്ന് എടുക്കുന്നതും നീയാണ്. സകലത്തിന്റെയും കാരണഭൂതൻ നീയാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ നീയാണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ ഈ വചനത്തിന്റെ ചിന്തകൾ നിങ്ങളോളം എത്തിയെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇല്ലാതെയാകും. അതിലേക്കാണ് കർത്താവ് നമ്മളെ നയിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്വത്രം. അതിനുശേഷം ഞാൻ ഒന്നുമല്ല, കർത്താവാണെല്ലാം എന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു തീർത്തതിന് ശേഷം കൈവിട്ട് കളയുകയല്ല. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന എന്ന സബ്ജക്റ്റ് കർത്താവിന്റെ ദാസൻ മണിക്കൂറുകളോളം ക്ലാസ് എടുത്ത, നമുക്കറിയാം, എന്താണ് സർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയെപ്പറ്റി നന്നായിട്ട് നമ്മളോട് പറഞ്ഞു തന്നതാണ്. എന്നാൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങി വെച്ച് ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായി നമുക്ക് ശ്രമിക്കാം. സ്തോത്രം. അവിടെ എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുവാനായി ശ്രമിക്കുന്നത്? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയി നിലനിൽക്കുന്ന ഒരു പ്രാർത്ഥന, നിർത്താത്ത ഒരു പ്രാർത്ഥന. അടുത്തത് എന്താണ് പറയുന്നത്? സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. സ്തോത്രം. 3 കാര്യങ്ങളാണ് ഇവിടെ പ്രാർത്ഥനയെ പറ്റി നമുക്ക് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നിലനിൽക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിൽക്കാത്ത, എപ്പോഴും പോകുന്ന ഒരു പ്രാർത്ഥന. പിന്നീട് എന്താ? അത് സ്തോത്രത്തോടെയാണ്, പിറുപിറുപ്പോടെയോ അല്ലെങ്കിൽ കർത്താവിനോട് എതിര് പറഞ്ഞിട്ടോ അല്ല, കംപ്ലൈന്റ് പറഞ്ഞിട്ടല്ല, സ്തോത്രത്തോടു കൂടിയാണ്, ജാഗരിക്കുന്നതാണ്. എന്താണ് അതിന് നമ്മൾ പറയുമ്പോൾ എന്താണ്? അലർട്ടായി, വളരെ ഉണർന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു. വളരെ അത്യാവശ്യമുള്ള എന്തോ ഒരു കാര്യം നമ്മൾ പറയുന്നത് പോലെ ആ മനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കണം. 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ കഴിയുന്നത്. ഞാനത് 3 കൂടെ ഒരുമിച്ച് നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. കാരണം വാച്ച്ഫുൾ, അതെ, നമുക്ക് അലർട്ടായി, അത് വളരെ ഉണർവോടെ നമ്മൾക്ക് ഒരുങ്ങിയിരിക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇത് 3 കൂടെ ഒന്ന് ഒരുമിച്ച് മനസ്സിലാക്കാം. കാരണം നമ്മൾ ഒത്തിരി പ്രാർത്ഥനയെ പറ്റി കേട്ടിട്ടുള്ളവരാണ്. ഞാൻ ഈ പറഞ്ഞ ആ ഭാഗങ്ങളിൽ നിന്ന് ബാക്കി നിങ്ങൾ ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയുവാനായി ശ്രമിക്കാം. പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ നമ്മൾ ചെന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കർത്താവിനോട് പറയുന്നതല്ല, നമുക്കിതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒന്ന് സംസാരിക്കാം. സ്തോത്രം. ഇത് സത്യത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ബന്ധമാണ്, ഒരു ബന്ധം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് യേശു കർത്താവിന്റെ ജീവിതത്തിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്രകാരമാണ്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ ചെന്ന് പറയുന്ന ഒരു കാര്യമായിട്ടല്ല ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ പ്രാർത്ഥനയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് മുന്നിൽ മാതൃകയായ യേശു കർത്താവിനെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല, ഞാനത് പറഞ്ഞു പോകാം. സ്തോത്രം. യേശു കർത്താവ് പലരും ആർഗ്യുമെന്റിൽ അല്ലെങ്കിൽ ചോദ്യോത്തര സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: യേശു എന്തിനാ പ്രാർത്ഥിച്ചത്? അല്ലെങ്കിൽ യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു, യേശു പൂർണ്ണ ദൈവമൊന്നും ആയിരുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്ന യേശു പൂർണ്ണ മനുഷ്യനും യേശു പൂർണ്ണ ദൈവവുമായിരുന്നു 33.5 വർഷവും എന്നാണ് നമ്മൾ ബൈബിളിൽ നിന്നും പഠിക്കുന്നത്. എന്നാൽ അതിനെ ഖണ്ഡിക്കുന്നവർ പറയുന്നത് യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, തനിക്ക് ആവശ്യത്തിന് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്നു, അതുകൊണ്ട് യേശു കർത്താവ് പൂർണ്ണ മനുഷ്യൻ മാത്രമായിരുന്നു ഈ ലോകത്തിൽ, പിതാവിൽ നിന്നും അപേക്ഷിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ പുതിയ നിയമ ചിന്തയിൽ നിന്ന് യേശു കർത്താവ് പിതാവുമായിട്ടുള്ള ബന്ധം പറയുന്നത് എപ്രകാരമാണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: യേശു കർത്താവും പിതാവുമായിട്ടുള്ള ബന്ധം, പിതാവിന്റെ മടിയിലിരുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി. ഞാനതൊന്ന് സൗമ്യമായ ഭാഷയിൽ നിങ്ങളോട് പറയാം. യേശു കർത്താവ് അവിടെ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, പിതാവിനൊരു മടിയുണ്ടെന്നോ അങ്ങനെ ഒരു സ്ഥലത്ത് യേശു ഇരുന്നെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യന്, നമ്മളെ പോലെ വ്യക്തികൾക്ക് മനസ്സിലാവാൻ, ആ ബന്ധത്തിന്റെ ആഴം
എത്രമാത്രം ആഴത്തിലുള്ള ബന്ധമായിരുന്നു, എത്രമാത്രം സ്നേഹമായിരുന്നു, എത്രമാത്രം ഒന്നായിരുന്നു, എത്രമാത്രം ആഴത്തിൽ അവർ ഒരുമയോടെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ യേശു കർത്താവ് പറയുന്ന ഒരു വാക്കാണ്. ആ ബന്ധത്തിൽ നിന്നും യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് 33 വർഷം കേവലം മനുഷ്യനായി ആ ശക്തിയും അല്ലെങ്കിൽ ആ പൊസിഷനും ഒക്കെ പൂർണ്ണമായി ഉപയോഗിക്കാതെ ദാസരൂപമെടുത്ത് ഈ ലോകത്തിലായിരിക്കുമ്പോഴും യേശു കർത്താവിന് പിതാവുമായിട്ട് ഉള്ള ബന്ധത്തിൽ നിന്നും താൻ വിട്ടുമാറുന്നില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത്. ഈ ബന്ധമാണ് ബൈബിൾ പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. കർത്താവിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല പിതാവുമായിട്ട്. ഈ കർത്താവുമായിട്ട് വളരെ ബന്ധത്തിൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ, ഏറ്റവും അടുത്തൊരു വ്യക്തിയുമായിട്ട് ഇടപെടുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ, ഞാൻ ആ വ്യക്തിയെ ഭയങ്കര സ്നേഹമാണ് പക്ഷെ സംസാരിക്കത്തൊന്നുമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ചില ആളുകളുണ്ട് സാധാരണ ഒത്തിരി സംസാരിക്കാത്ത ആളുകൾ. എന്നാൽ യഥാർത്ഥമായ ബന്ധം ഒരു നോർമൽ മനുഷ്യന്റെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ അവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. യേശുവും പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്കാണ് ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്കും ദൈവ അവസരങ്ങൾ തന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഗദത്സമന തോട്ടത്തിൽ നമ്മൾ അന്ന് വായിച്ചതാണ്. യേശു കർത്താവ് പ്രാർത്ഥിക്കാണ്, അബ്ബാ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേ സെയിം അബ്ബാ ഫാദർ എന്ന് വിളിക്കാനുള്ള യോഗ്യത നമുക്ക് തന്നെന്നാണ് ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിന് പിതാവുമായിട്ട് എങ്ങനെ ബന്ധമുണ്ടായിരുന്നു? അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് എന്നെയും നിങ്ങളെ ദൈവം കൊണ്ടുവന്നിരിക്കെ, ഞാൻ മുമ്പേ പറഞ്ഞ വാക്കുകളുമായി ചേർത്ത് നമുക്ക് ചിന്തിക്കാം. സകലത്തിൻ്റെയും കാരണഭൂതനായവൻ യേശുവാണെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ, നമ്മൾ ചെന്ന് സ്വർഗത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞ വചനവുമായി ചേർത്ത് പറഞ്ഞാൽ, കർത്താവിന്റെ കാലിൽ വീഴുകയല്ലാതെ മറ്റൊന്നിനും നമുക്ക് സാധ്യതയില്ല. കാരണം നമ്മളെ അവിടെ കൊണ്ടെത്തിച്ചവൻ, നമ്മുടെ ലൈഫിൽ നമ്മളെ ആ മാതാപിതാക്കളെ ജനിപ്പിച്ചവൻ, ആ ജീവിത സാഹചര്യം കൂടി നടത്തിക്കൊണ്ടുവന്നവൻ ഈ കർത്താവായിരുന്നു എന്ന് യഥാർത്ഥമായി ബോധ്യം വരുന്നൊരു ദിവസമാണ് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന ആ സമയം. സ്തോത്രം. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ആ സത്യം ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ ഇന്ന് ഈ ലോകത്തിരുന്നു കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഏക ബന്ധമാണ് പ്രാർത്ഥന. കാരണം അത്രയ്ക്ക് നമ്മളെ സ്നേഹിച്ചവനാണ് യേശു കർത്താവ്. ജീവൻ തന്ന് സ്നേഹിച്ചവനാണ് യേശു കർത്താവ്. തൻ്റെ പൊസിഷനുകളെ മറന്ന് നമ്മളെ സ്നേഹിച്ചവനാണ് യേശു കർത്താവ്. ആ കർത്താവിനോട് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് കർത്താവിനെ നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ അതെത്രമാത്രം, നമ്മുടെ മക്കൾ നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം മമ്മി, പപ്പ, ഡാഡി ഇന്ന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മാത്രം ഫോൺ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു ബന്ധമല്ല. നമ്മുടെ ആവശ്യങ്ങൾ വരുന്നത് കൊണ്ടോ ആവശ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ പറയുന്നത്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നമുക്ക് മാറാൻ കഴിയുന്നില്ല. അവൻ അത്രത്തോളം നമ്മളെ സ്നേഹിച്ചു. ആ കർത്താവിനെ മകനായി മകളാക്കി കർത്താവിന്റെ രക്തത്താൽ നമ്മളെ മാറ്റി. കർത്താവുമായിട്ട് ആ സ്നേഹബന്ധത്തിലേക്ക് കടന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാതിരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ ലൈഫിൽ തൻ്റെ വ്യക്തിപരമായി ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവർ കേട്ട പ്രാർത്ഥനകളും ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ചുരുക്കമായിട്ട് അതൊന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ആമേൻ അവസാനിപ്പിക്കാനായി താല്പര്യപ്പെടുകയാണ്. നമുക്ക് ശ്രദ്ധിച്ച് ദൈവസന്നിധിയിൽ ആ വചനത്തിലേക്ക് ഒന്ന് നോക്കാം. സ്തോത്രം. എന്താണ് യേശുവിന്റെ സ്തോത്രം പ്രൈവറ്റ് പ്രാർത്ഥന? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആരുമില്ല, ഒറ്റയ്ക്ക് തൻ്റെ ലൈഫിൽ പിതാവും താനുമായി ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങൾ യേശുവിന്റെ ലൈഫിൽ ഒത്തിരി അധികം സമയങ്ങൾ ഉണ്ടായിരുന്നു. രാത്രിയിൽ ഉറങ്ങേണ്ട സമയത്ത് പോലും യേശു കർത്താവ് പിതാവുമായി സംസാരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ബന്ധം വിട്ടിട്ടാ യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് നമ്മളെ സ്നേഹിച്ചു വന്നത്. പക്ഷെ ബന്ധം മാറ്റാൻ കഴിയാത്തതുപോലെ ബന്ധമാണ് പിതാവുമായിട്ട് യേശു കർത്താവിന്. ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് യേശു പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒറ്റയ്ക്ക്, നിങ്ങളുടെ ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, മക്കൾ കാണാതെ, പരീശന്മാർ പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാവരുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട്. പരീശന്മാർ പ്രാർത്ഥിച്ചതുപോലെയല്ല, പബ്ലിക്കായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. എന്നാൽ യേശുവിനെ പോലെ എന്താണ് നമ്മൾ പിതാവിനോട് പറഞ്ഞതെന്നോ, പിതാവ് നമ്മളോട് പറഞ്ഞത് എന്താണെന്നോ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ
ഒരു സീക്രട്ട് കർത്താവ് വചനത്തിൽ പഠിപ്പിച്ചതിലും അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ, അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ, ഒറ്റയ്ക്കും ഞാനും നമ്മുടെ ദൈവവും, നമുക്ക് ജീവൻ തന്ന കർത്താവും നമ്മൾ മാത്രവുമായി ഒരു ബന്ധപ്പെടുന്ന ഒരു ദിവസം, ഒരു സമയം, ഒരു സെക്കൻഡുകൾ, ചില മണിക്കൂറുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഡിപ്രഷനിലേക്ക് പോകത്തില്ല. നമ്മൾ ഒരിക്കലും നിരാശയിലേക്ക് പോകത്തില്ല. നമ്മൾ ഒരിക്കൽ പോലും ഒറ്റയ്ക്കായി പോയെന്ന് തോന്നത്തില്ല. നമ്മൾ ഒരിക്കലും ജീവിതത്തിന്റെ ഏറ്റവും കഠിനമേറിയ സാഹചര്യങ്ങളിലും എന്നെ തനിച്ചാക്കി കർത്താവ് പോയല്ലോ എന്നൊരു അനുഭവത്തിലേക്ക് പോകത്തില്ല. കാരണം നിങ്ങളെപ്പോഴും അവനുമായി ബന്ധത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ കാലത്തിലായിരുന്നപ്പോൾ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കല്ല, പിതാവിന്റെ കൂടുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവുമായിട്ടുള്ള നല്ല ബന്ധം, അവർ തമ്മിൽ നല്ല സംസാരത്തിലാണ്. ഇന്ന് രാത്രിയിൽ പലപ്പോഴും ഇങ്ങനെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ചാറുണ്ടോ? അപ്പോൾ ഉടനെ പറയുന്നതാണ്, സമയമില്ല. 24 മണിക്കൂർ തന്ന ദൈവത്തിനോട് സംസാരിക്കാൻ, ആ മണിക്കൂറുകൾ തന്ന ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ സമയമില്ലെന്ന് പറയുന്നത് നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ്. നമുക്കെങ്ങനെയാണ് ഈ കർത്താവുമായിട്ട് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നത്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോട് നമ്മൾ സംസാരിച്ചില്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ വ്യക്തികളോട് നമ്മൾ സംസാരിച്ചില്ലേ? നമ്മൾ ഏറ്റവും അടുത്ത മനുഷ്യനോട് നമ്മൾ സംസാരിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് വ്യക്തിപരമായി കർത്താവുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലെന്ന്? സ്തോത്രം. രഹസ്യത്തിൽ നമുക്ക് കർത്താവിനോട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ അർത്ഥം നമുക്ക് കർത്താവുമായിട്ട് യഥാർത്ഥമായ റിലേഷൻ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് കർത്താവിനോട് സംസാരിക്കാതെ ഇരുന്നു കൊണ്ട് ഒരു പ്രാർത്ഥന ജീവിതമില്ലാതെ നമ്മുടെ ലൈഫ് തീരുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് എവിടെയോ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ദൈവസന്നിധിയിൽ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. എന്നാൽ യേശു കർത്താവിന്റെ ഐഹിക ജീവ കാലഘട്ടത്തിൽ യേശുവിന്റെ പേഴ്സണൽ പ്രയറിൽ മറ്റുള്ളവർ കേൾക്കുവാൻ വേണ്ടിയും കൂടി യേശു കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു. സ്തോത്രം. അത് കേവലം യേശു കർത്താവിന്റെ പ്രാർത്ഥന, സ്തോത്രം, പിതാവ് കേൾക്കുക മാത്രമായിരുന്നു. നമുക്കറിയാം, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ കല്ലറയിൽ വന്നിട്ട് യേശു കർത്താവ് മറ്റുള്ളവർ കേൾക്കുവാൻ വേണ്ടി കൂടി യേശു കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് പിതാവിനോടാണ്, പിതാവ് കേൾക്കേണ്ടതിനാണ്. എന്നാൽ യേശുവിന്റെ പ്രാർത്ഥന കേവലം പിതാവ് കേൾക്കുക എന്ന ഒരു കാര്യം മാത്രമായിരുന്നില്ല. യേശു കർത്താവിന്റെ ചില പ്രാർത്ഥനകൾ മറ്റുള്ളവർ കർത്താവിനോട് അടുക്കേണ്ടതിനും കൂടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ പിതാവുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയും കൂടെ യേശു കർത്താവ് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഗെത്സമനയിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ആ 3 പേർ കേൾക്കെ പ്രാർത്ഥിച്ചു. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഭാഗത്ത് ലാസറിന്റെ കല്ലറ യേശു മനഃപൂർവ്വം അവിടെ പറയുന്നുണ്ട്, അത് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയായിരുന്നു. യോഹന്നാന്റെ 17-ാം അധ്യായത്തിൽ ആമേൻ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം കേൾക്കത്തക്ക രീതിയിൽ താൻ പിതാവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം. യേശു രഹസ്യത്തിൽ പ്രാർത്ഥിച്ച ഒത്തിരി പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നെങ്കിലും, എന്നാൽ പരസ്യമായി യേശു കർത്താവ് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അത് കേവലം ഒരു കപടമായിരുന്നില്ല. ആ പ്രാർത്ഥനയിൽ കൂടി മറ്റുള്ളവർക്ക് കർത്താവിനോട് അടുക്കുന്നതിന് കാരണമായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ലൈഫിൽ കൂടി ചിലർ പിതാവിനോട് അടുക്കാനിടയാകട്ടെ. ഞാൻ അതിനൊരു ഉദാഹരണം ഇങ്ങനെ പറയാം. നമുക്ക് കേട്ടിട്ടുള്ളതാണല്ലോ DL മൂഡിയെ പറ്റി. DL മൂഡിയുടെ കൂടെ പാട്ടുപാടുന്ന സാങ്കെ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണെന്ന് തോന്നുന്നു. സ്വത്ര സാങ്കയാണോ എന്നറിയത്തില്ല. സാങ്കയാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹവുമായി ചേർന്ന് ഒരു സ്ഥലത്ത് ഒരു സ്ലം ഏരിയയിലാണെന്ന് തോന്നുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു കഥയാണ്. സ്വത്രം. അദ്ദേഹം സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് അവിടെ ഒത്തിരി നാളുകൾ ദൈവവേല ചെയ്തിട്ടും അവിടെ ആ കുഞ്ഞുങ്ങൾ കർത്താവിങ്കിലേക്ക് വരുന്നില്ല. അവസാനം ആ മനുഷ്യന് വളരെ ആസ്മാരോഗമായി, വളരെ ശാരീരികമായ ക്ഷീണത്തിലായി ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏരിയയിൽ ഇനി നിന്ന് പോയി പ്രവർത്തിക്കാൻ കഴിയത്തില്ല, നിങ്ങൾ മാറണം എന്ന് പറഞ്ഞു. ഏകദേശം ഞാൻ ആ കഥ മനസ്സിലാക്കി ഇങ്ങനെ പറയാം. അവിടെ അദ്ദേഹത്തിന് പിന്നീട് ചില വർഷങ്ങൾക്ക് ശേഷം പ്രവർത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ശാരീരികമായി താൻ വന്നപ്പോൾ DL മൂഡിയുമായി ചെന്ന് അവിടുത്തെ മിനിസ്ട്രി അവസാനിപ്പിച്ച് താൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടി വരുന്ന സമയത്ത് അവസാനമായി DL മൂഡി പ്രാർത്ഥിച്ചുവെന്നാണ് ഞാൻ ഇങ്ങനെ കേട്ടത്. വളരെ സിമ്പിളായി DL മൂഡി എഴുന്നേറ്റ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്നിട്ട്, പിതാവേ, കഴിഞ്ഞ ഇത്ര നാളുകളിൽ ഞാൻ ഇവരുടെ മുന്നിൽ പ്രവർത്തിച്ചു,
പ്രിയ ദൈവദാസനും പ്രവർത്തിച്ചു. എന്നാൽ ഇവരാരും നിന്നെ കണ്ടുമുട്ടാൻ ഇടയായി തീർന്നില്ല. ഞങ്ങൾ ഇവിടുത്തെ മിനിസ്ട്രി നിർത്തി മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ ഇവരെ കർത്താവെ കൈവിടല്ലേ, ഉപേക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ പ്രാർത്ഥന അവസാനിപ്പിച്ചു. എന്നാൽ ആ പ്രാർത്ഥന അവസാനിപ്പിച്ച സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവർ മുട്ടുമടക്കി ആ കുഞ്ഞുങ്ങൾ അന്ന് കർത്താവിനെ സ്വീകരിക്കുന്നു. D.L. മൂഡിയും കർത്താവുമായിട്ടുള്ള ബന്ധം പ്രാർത്ഥനയിൽ ആ മനുഷ്യർ മനസ്സിലാക്കിയപ്പോൾ അവർ കർത്താവിലേക്ക് വന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ മനസ്സിലാകണം നമ്മുടെ കർത്താവ് നമ്മളുമായിട്ടുള്ള ബന്ധം. നമ്മൾ മറ്റുള്ളവർ കേൾക്കുവാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് സത്യത്തിൽ പിതാവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടി മറ്റുള്ളവർക്ക് നമ്മുടെ ലൈഫിനെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മുടെ ലൈഫിനെ ഇടയാക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളെ അതുപോലെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ശക്തമായിട്ട് ഇടയാക്കട്ടെ. സ്തോത്രം. ആമേൻ. 1-2 കാര്യങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം. അതേ, കർത്താവ് നമ്മളോട് പറഞ്ഞത് കേവലം കംപ്ലൈന്റ് പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കാനല്ല. ഇവിടെ എന്താണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? സ്തോത്രത്തോടെ അവിടെ ജാഗരിപ്പീൻ. നമ്മുടെ ലൈഫിൽ പലപ്പോഴും സ്തോത്രത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന്റെ കാരണമെന്ന് പറയുന്നത്, ഇസ്രായേൽ ജനം കർത്താവിനോട് തന്റെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ പലപ്പോഴും പിറുപിറുക്കിയായിരുന്നു. എന്താണ് കാരണം? പിറുപിറുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് അവരോട് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന കർത്താവാണ്, ഞാൻ നിങ്ങളെ രക്ഷിച്ച യഥാർത്ഥ രക്ഷകനാണ്, ഞാൻ നിങ്ങളുടെ രക്ഷകനാണ്, ഞാൻ നിങ്ങളെ ചെങ്കടലിന്റെ നടുവിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന യഥാർത്ഥ യഹോവയാണെന്ന് പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടും അവർക്ക് അതുമായി കണക്ട് ചെയ്ത് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട്, ആ കാര്യത്തെ അവർക്ക് വലുതായി കാണാൻ പറ്റാത്തത് കൊണ്ട്, അവർ ഭക്ഷണമില്ലാത്ത അവസരം വന്നപ്പോഴും വെള്ളം നല്ല രീതിയിൽ കിട്ടാത്ത അവസരം വന്നപ്പോഴും അവർ ദൈവത്തോട് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചത് പിറുപിറുപ്പുകളായിട്ടാണ്. ദൈവത്തോട് സംസാരിച്ചതും ദൈവത്തിന്റെ ദാസന്മാരോട് സംസാരിച്ചതും പിറുപിറുപ്പുകളുമായിട്ടാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ഒരു ക്രിസ്തീയ മനോഭാവത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇവിടെ മാത്രമല്ല, അത് എഫേസ്യ ലേഖനത്തിൽ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോഴും, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന് 4 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങളിൽ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോഴും, പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥനയെ പറ്റി പറയുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ നന്ദിയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കണമെന്നാണ്. സ്തോത്രം. അതെ, തെസ്സലോനിക്ക ലേഖനം സ്തോത്രം 3-ാം അധ്യായത്തിന്റെ 7 സ്തോത്രം 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എഫേസ്യ ലേഖനം 5:4 നമ്മൾ പിറുപിറുക്കരുത്, നമ്മുടെ പൊട്ടച്ചിലും കളിവാക്കുകളുമല്ല, സ്തോത്രത്തോടെ ആയിരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ ലൈഫിൽ കർത്താവ് നമ്മളെ രക്ഷിച്ചത് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. നമ്മുടെ വാസ്തവമായ സത്യം എന്ന് പറയുന്നത്, കർത്താവ് നമ്മളെ രക്ഷിച്ചത് ഇതുവരെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനത്തെ പോലെ ബോധ്യമായില്ല എന്നുള്ളതാണ്. എത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്ക് തന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ജീവിതത്തിൽ വെള്ളമില്ലാത്ത അവസരം വന്നാലും, പട്ടിണിയിൽ കൂടി കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായാലും, എല്ലാ രീതിയിലും തകർച്ചകളിൽ കൂടി മുന്നിൽ വലിയ പ്രതികൂലം, ചെങ്കടൽ പോലെ അല്ലെങ്കിൽ വലിയ മലകൾ പോലെ, വലിയ ഫറവോന്റെ സൈന്യം പോലെ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു നിന്നാലും, കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ, ഞാൻ നിങ്ങളെ കടിഞ്ഞൂൽ സംഹാരത്തിൽ അവിടെ ആളുകൾ നശിച്ചു പോകുമ്പോൾ ചോരത്തളി ആചരിച്ച് നിങ്ങളെ രക്തത്തിൽ മുദ്രയിടപ്പെട്ടവരായതുകൊണ്ട് രക്ഷിച്ച ഒരു ദൈവമാണ് എന്ന് നിങ്ങൾക്കറിയാമോ? യേശു കർത്താവ് എപ്പോഴും ഒരു സഭയോട് ദൈവത്തെ നന്ദിയോടെ ഓർക്കാൻ പറയുന്നത് ഒറ്റ കാര്യമാണ്. ഞാനത് പല പ്രാവശ്യം ഈ കൊലോസ്യ ലേഖനം പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്. ഭൗതികമായി കിട്ടിയ ഒരു നന്മകളുമല്ല ദൈവത്തെ നമ്മൾ നന്ദിയോടെ സ്തുതിക്കാൻ കാരണമാകുന്നത്. അതെല്ലാം ഇന്ന് നമ്മൾ അനുഭവിക്കും. ഒരുപക്ഷെ നാളെ അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയോടെ എല്ലാ സെക്കൻഡുകളിൽ നിൽക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമാണ് ദൈവം വച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളെ ക്രൂശിലെ രക്തത്താൽ വീണ്ടെടുത്തതോർത്ത്, സ്തോത്രം. കർത്താവ് നമ്മളെ രക്തം ചീന്തി വിലക്കി വാങ്ങിയതോർത്താൽ ജീവിതത്തിന്റെ ഏറ്റവും കഠിനമേറിയ സാഹചര്യത്തിലും
നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. സ്തോത്രം. അതെ, നമ്മൾ അലർട്ടോടുകൂടി വാച്ച്ഫുള്ളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജാഗരത്തോടെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവിന്റെ വരവിനെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെ വാക്കുകൾ ഉപയോഗിച്ച് ബൈബിളിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കട്ടെ. നമ്മൾ പ്രാർത്ഥനയോടെ എന്താണ് ജാഗരിച്ചുകൊണ്ട് വാച്ച്ഫുള്ളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നില്ലെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. പിറുപിറുപ്പിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ ബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിങ്ങൾ എന്നുമായിരിക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാ രാവിലെയും എഴുന്നേറ്റ് പിറുപിറുക്കത്തില്ല. പട്ടിണി കിടക്കുമ്പോഴും നിങ്ങൾക്ക് പിറുപിറുക്കാൻ സാധ്യതയില്ല. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ദേശത്ത് നിങ്ങളായിരുന്നാലും നിങ്ങൾക്ക് പിറുപിറുക്കേണ്ടി വരത്തില്ല. കാരണം നിങ്ങൾക്കൊരിക്കലും നേടാൻ കഴിയാത്തൊരു നിത്യരക്ഷ തരുവാൻ അവന്റെ ജീവന്റെ നിങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം ആ കൂരിരുട്ടിന്റെ അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുമ്പോഴും പിശാചിന്റെ തന്ത്രങ്ങളിൽ വീഴാതിരിക്കാൻ ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാകട്ടെ. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഉണർന്നിരിപ്പീൻ. അതുകൊണ്ട് നിങ്ങൾ വളരെ അലർട്ടായിരിപ്പീൻ. എന്തുകൊണ്ടാ? സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റി നടക്കുക. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അലർട്ടായിരുന്നില്ലെങ്കിൽ, നമ്മൾ ഈ കർത്താവിന്റെ രക്ഷയുമായും കർത്താവുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിൽ നമ്മൾ നിരന്തരം നിന്നില്ലെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളിൽ ചില സെക്കൻഡുകളിലേക്കെങ്കിലും വീഴാൻ സാധ്യതയുണ്ട്. നിരാശയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. തകർന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തെ പോലെ പിറുപിറുക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിന്റെ ഏത് കഠിനമേറിയ സാഹചര്യങ്ങളിലും കർത്താവുമായിട്ട് നല്ല ബന്ധത്തിൽ വാച്ച്ഫുള്ളായ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ, വളരെ അലർട്ടോടെ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതെ നന്ദിയോടെ, ഞാൻ ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഉണ്ണാനും ഉടുപ്പാനും തന്നിട്ടുണ്ടെങ്കിൽ മതിയപ്പ, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് നീ മതി. നീയുമായിട്ടുള്ള ഈ ബന്ധത്തിൽ നിന്നും കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഇങ്ങനെ യാതൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് വന്നാൽ നിലനിൽക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം ഓട്ടോമാറ്റിക്കായി യാത്രയിലും ജോലിയിലും ജീവിതത്തിന്റെ സന്തോഷകരമായ അനുഭവങ്ങളിലും ജീവിതത്തിന്റെ നഷ്ടങ്ങളിലും ഏകാന്തതകളിലും എല്ലാവരുടെ കൂടെ ആയിരിക്കുമ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയും. പൗലോസ് അത് അനുഭവിച്ചതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, നന്ദിയുള്ള ഹൃദയത്തോടെ ജാഗരിപ്പീൻ. ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ട് ഈ അഭേദ്യമായ ബന്ധത്തിലേക്ക് യജമാനനായിരുന്നവനുമായി നല്ല ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് വലിയ ഭാഗ്യം തന്നിരിക്കെ, ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത സൗരയൂഥത്തിന്റെ സത്യങ്ങളെയും സൃഷ്ടിച്ച ഉടയവന്റെ മകനായി മകളായി തീർന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള നല്ല പുത്രത്വത്തിന്റെ ബന്ധത്തെ തന്ന കർത്താവിന്റെ അനുഗ്രഹീതമായ പദവി ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ മടിയിലിരുന്ന പുത്രനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കർത്താവിന്റെ മടിയിലിരിക്കാൻ അവന്റെ നെഞ്ചോട് യോഹന്നാൻ ചാരിയിരുന്നത് പോലെ അവന്റെ നെഞ്ചിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് ആ കർത്താവിനോട് ചേർന്നിരിക്കാൻ തയ്യാറായാൽ ലോകത്തിൽ ഒരു സെക്കൻഡിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കാകത്തില്ല. ആ അഭേദ്യമായ ബന്ധം യേശു ഈ ലോകത്തിൽ അനുഭവിച്ചതുപോലെ നമുക്ക് അനുഭവിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ആഴത്തിലുള്ള വഴിയാണ് പ്രാർത്ഥന. ജാഗരണത്തോടെ നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിതത്തിൽ നമുക്ക് പിന്തുടരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആമേൻ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനെയും